ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ച ജി സുകുമാരൻ നായർക്കെതിരെ NSSൽ പടയൊരുക്കം. ജനറൽ സെക്രട്ടറിക്കെതിരെ കണയന്നൂർ കരയോഗം പ്രമേയം പാസാക്കി. സുകുമാരൻ നായർ പിണറായി സേവ നടത്തുന്നുവെന്ന് ആരോപിച്ച് പത്തനംതിട്ടയിൽ വീണ്ടും ബാനർ പ്രത്യക്ഷപ്പെട്ടു. ചങ്ങനാശ്ശേരിയിൽ 4 പേർ രാജിവെച്ചു. അലി അക്ബർ ഷായും ലേബി സജീന്ദ്രനും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. അലി അക്ബർ ഷാ, എല്ലാ നായന്മാരുടെയും അഭിപ്രായമല്ല ജി സുകുമാരൻ നായർ പറഞ്ഞത് എന്ന് പരോക്ഷമായി കോൺഗ്രസും BJPയും ഒക്കെ പറയുന്നത് ശരിവെക്കുന്ന രീതിയിലാണോ ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ? ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് സുജയ. അങ്ങനെ തന്നെ വേണം കാണാൻ. ഈ ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിനെ ചൊല്ലിയാണ് ജി സുകുമാരൻ നായർക്കെതിരെ ഇത്രയും വലിയൊരു പടയൊരുക്കം NSSനകത്ത് നടക്കുന്നത്. രൂക്ഷമായ ഭാഷയിലുള്ള പ്രമേയം പാസാക്കലും പോസ്റ്റർ പ്രചരണവും എല്ലാം തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് കൊച്ചി കണയന്നൂർ കരയോഗം ഈ നിലയിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ സുകുമാരൻ നായർക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. മുന്നോട്ട് ഒരു തരത്തിലുള്ള വീണ്ടുവിചാരമില്ലാത്ത ഇടപെടൽ, അതാണ് ജി സുകുമാരൻ നായരുടേത് എന്നതാണ് ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ പ്രമേയം കണയന്നൂർ കരയോഗമാണ് പാസാക്കിയിരിക്കുന്നത്. അതേസമയമാണ് പത്തനംതിട്ടയിൽ സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ മറ്റ് പോസ്റ്റർ പ്രചരണം നടക്കുന്നത്. കണയന്നൂർ മാപ്രാടം പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്താണ് പിണറായി സേവ നടത്തുന്നയാളാണ് ജി സുകുമാരൻ നായർ എന്ന നിലയിൽ എഴുതിയ ഒരു പോസ്റ്റർ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ വാർത്തയായി. പിന്നീട് NSS കരയോഗം പ്രസിഡന്റ് തന്നെ നമ്മളോട് പ്രതികരിച്ചത് കരയോഗത്തിന് ഇതുമായി ബന്ധമില്ല എന്ന നിലയിലൊരു പ്രതികരണം അദ്ദേഹം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനിടയിൽ വീണ്ടും രാജി ഉണ്ടാകുന്നു. ആ നിലയിൽ വലിയ രീതിയിലുള്ള കോപ്പുകൂട്ടൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നിലപാട് മാറ്റത്തിൽ പ്രതിഷേധിച്ച് ഇത്രയും വലിയ പ്രചരണങ്ങളും ഇടപെടലുകളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ചങ്ങനാശ്ശേരി NSSലെ രാജി ഉണ്ടാകുന്നത്. പഴുവാതിൽ കുടുംബത്തിലെ 4 പേരാണ് ഈ പറഞ്ഞതുപോലെ ഈ ജി സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ കരയോഗങ്ങൾ നേരിട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചതുപോലെ തങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാ ഇടങ്ങളിലും NSSൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ജി സുകുമാരൻ നായർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെ വേണം ഈ പോസ്റ്റർ പ്രചരണത്തെയും പ്രമേയം പാസാക്കലിനെയും ഒക്കെ കാണാൻ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും വളരെ രൂക്ഷമാണ്. എന്തായാലും പൊട്ടിത്തെറി തുടരുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സുജയ. ഈ പൊട്ടിത്തെറി എങ്ങോട്ടാണ് തെറിച്ച് പോകുന്നതെന്ന് കൂടി നമുക്കറിയണം. ലേബി സജീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുകയാണ്. ബാഹുബലിയിലെ കട്ടപ്പയായിട്ടൊക്കെ ജി സുകുമാരൻ നായരെ ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ നാട്ടിലൊക്കെ വന്നു എന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ വേണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ കാണാൻ? കോൺഗ്രസിന് ചിരി വരാറായോ? സുജയ, സമുദായ സംഘടനകളിൽ NSSനെ സംബന്ധിച്ചിടത്തോളം വളരെ കെട്ടുറപ്പുള്ള ഒരു സമുദായ സംഘടനയാണ്. അത് മാത്രമല്ല, NSSന്റെ ജനറൽ സെക്രട്ടറി പദം എന്നത് ഒരു അനിഷേധ്യ പദമാണ്. അതിലേക്ക് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലോ ഒന്നും ആ പദവിയിലേക്ക് അങ്ങോട്ട് അങ്ങനെ നീണ്ടു വരാറില്ല. അതിനാണ് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം വന്നതോടുകൂടി ശബരിമല വിഷയത്തിൽ പക്ഷേ ഈ പറയുന്നത് പോലെ 6000-ഓളം കരയോഗങ്ങൾ ഉള്ളതിൽ അവിടെ നിന്നും ഇവിടെ നിന്നും മാത്രമാണ് എതിർശബ്ദം വന്നത് എന്ന് NSS ആസ്ഥാനത്തിന് പറയാം. കാരണം അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം, ഈ ഇപ്പോൾ അലി സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധത്തിന് ശക്തിയുണ്ടെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നും വളരെ ചെറിയ രീതിയിലുള്ള എതിർശബ്ദമാണ് വന്നിരിക്കുന്നത്. 6000-ഓളം ഉണ്ട് എന്നുള്ളത് ഓർക്കണം. 168-ഓളം യൂണിയന് കീഴിലായി 6000-ഓളം കരയോഗങ്ങളുണ്ട്. അവിടെ നിന്ന് 2-3 സ്ഥലത്ത് നിന്ന് മാത്രമാണ് എതിർശബ്ദം വന്നിരിക്കുന്നത്. അപ്പോഴും സുജയ ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. കാരണം ഈ എതിർശബ്ദം വരാനുള്ള കാരണം, അതായത് ശബരിമലയിൽ ഈ സുപ്രീം കോടതി വിധി വന്ന സമയത്ത്, അതിനുശേഷം ആചാര ലംഘനം നടന്ന സമയത്ത്, ഈ സമയത്തൊക്കെ ആദ്യം പ്രതിഷേധവുമായി ഇറങ്ങിയത് NSS ആണ്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതലായി പ്രതി ചേർക്കപ്പെട്ടതും NSSകാരാണ്. അതുകൊണ്ട് തന്നെയാണ് NSSനുള്ളിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ കേസൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ പോയി പിന്തുണച്ചാൽ ആ കേസ് പിൻവലിക്കാമെന്നുള്ള ഒരു ഉറപ്പെങ്കിലും വാങ്ങിച്ചിട്ട് വേണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചോദ്യങ്ങളുടെ ഒരു സാരാംശമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ